എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമങ്ങൾ പാലിക്കാനുള്ളത് തന്നെയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ കാറ്റിൽ പറത്താൻ ശ്രമിച്ചാൽ അധികാരികൾ അതിന് ശ്രമിക്കുന്നവനെ പാറ പറത്തും. കോഴിക്കോട് കല്ലായ സ്വദേശിക്കാണ് അത്തരത്തിൽ പണി കിട്ടിയത്. ഈ വിശേഷങ്ങളാണ് ഇന്ന് പ്രവാസി മലയാളിയിൽ പങ്കുവയ്ക്കുന്നത്. നാട്ടിൽ നിന്ന് സന്ദർശക വിസയിലെത്തി പിരിവ് പതിവാക്കിയതിനെ തുടർന്നാണ് മലയാളി രഹസ്യ പോലീസിന്റെ പിടിയിലായത്. പ്രാഥമിക അന്വേഷണങ്ങൾക്കു ശേഷം ഇയാളെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് കല്ലായി സ്വദേശിയാണ് ദിവസങ്ങൾക്ക് മുൻപ് ദമാം സീക്കോ പരിസരത്ത് നിന്ന് പിടികൂടിയത്. കോഴിക്കോട് കല്ലായി സ്വദേശിയെയാണ് ദിവസങ്ങൾക്ക് മുൻപ് ദമാം സീക്കോ പരിസരത്ത് നിന്ന് പിടികൂടിയത്. വീട് ജപ്തിയാകാൻ പോകുന്നതും പെൺകുട്ടികളെ കെട്ടിക്കുന്നതിനുള്ള ബാധ്യതകളും പറഞ്ഞാണ് ഇദ്ദേഹം പിരിവ് നടത്തുന്നത്. 2008 മുതൽ പലതവണ ഇദ്ദേഹം സൗദിയിലെത്തി പിരിവ് നടത്തിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് പള്ളിയിൽ നമസ്കാരാന്തരം എഴുന്നേറ്റ് നിന്ന് തന്നെ സഹായിക്കണമെന്ന് ഇയാൾ മലയാളത്തിൽ അഭ്യർത്ഥിക്കുകയായിരുന്നുവത്രേ. ഇയാൾ പറഞ്ഞതെന്തെന്ന് അവിടെ കൂടിയ വിവിധ ഭാഷക്കാർക്ക് മനസ്സിലായില്ല എങ്കിലും എല്ലാവരും സംഭാവന നൽകുകയും ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ചില മലയാളികൾ അപ്പോൾ തന്നെ ഇയാൾക്ക് താക്കീതും മുന്നറിയിപ്പും നൽകി. അത് വകവയ്ക്കാതെ വീണ്ടും പിരിവിനുള്ള ഉദ്യമങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇയാൾ രഹസ്യ പോലീസിന്റെ പിടിയിലാകുന്നത്. പള്ളിയിലടക്കം ഇയാൾ പരസ്യമായി നടത്തിയ പിരിവ് പോലീസ് ശ്രദ്ധിച്ചു വരികയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സൗദിയിൽ യാചനയും അനധികൃത പിരിവും നിയമവിരുദ്ധമാണ്. പ്രത്യേകിച്ച് സന്ദർശക വിസയിലെത്തി ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ അറസ്റ്റ്. ഗൾഫ് രാജ്യങ്ങളിലെ നിയമം പലപ്പോഴും കൃത്യമായിട്ട് പാലിക്കാൻ അവിടെയുള്ളവർ ശ്രമിക്കാറുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഈ നിയമം ലംഘിക്കുകയാണെങ്കിൽ കടുത്ത ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ ശിക്ഷ കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. ഇതൊരു താക്കീതാണ്. മറ്റുള്ളവർ ഇനി കുറ്റകൃത്യം ചെയ്യാൻ ഒന്നും മടിക്കും. അത്തരത്തിൽ ഒരു താക്കീത് തന്നെയാണ് പല കുറ്റകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷാവിധികൾ. പലപ്പോഴും പല ശിക്ഷാവിധികളും ഗൾഫ് രാജ്യങ്ങളിൽ പരസ്യമായാണ് നൽകുന്നത് പോലും. ഇത് കണ്ട് ഭയപ്പെട്ടുകൊണ്ട് പലരും ഇനി അങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ മടിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെ പോലെ പെട്ടെന്നൊന്നും തടിയൂരാൻ പറ്റില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ശിക്ഷ ലഭിച്ചാൽ അത് അനുഭവിക്കുക തന്നെ വേണം. അതേ നിവർത്തിയുള്ളൂ. എന്തൊക്കെയാണെങ്കിലും പ്രവാസികൾക്ക് ഇതൊരു പാഠമാവണം. കാരണം നിയമങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലെ നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം. ഗൾഫ് രാജ്യങ്ങളിലത് മാത്രമല്ല, നിയമങ്ങൾ പാലിക്കാനുള്ളത് തന്നെയാണ് എന്നാണ് ഈ സംഭവം നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്. പ്രവാസി മലയാളിയിൽ മറ്റൊരു വിശേഷവുമായി, മറ്റൊരു വാർത്തയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.